Warm greetings, ladies. Good evening. Is it evening? No, not yet. So good afternoon. Good afternoon. Come on. Yeah. I love speaking to women. I really love speaking to women. There's something so special in women, alle? First thing, women empowerment അറിയുന്നതിന് മുമ്പേ, first thing everybody has to understand is that men and women are made differently. ഈ ഒരു കാര്യം നിങ്ങൾ എവിടെയെല്ലാം വിമൻ എംപവർമെൻറ്റ് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, എവിടെയെല്ലാം വിമൻ സ്ട്രെങ്ത് എന്നൊക്കെ പറയുമ്പോഴും ഓൾവേസ് റിമെമ്പർ വൺ തിങ് ദാറ്റ് മെൻ ആർ മെയ്ഡ് ഡിഫറെൻറ്റ്, വിമൻ ആർ മെയ്ഡ് ഡിഫറെൻറ്റ്. എഗ്രി? Yeah? Even when it comes to physical strength വരുമ്പം men are stronger physically, women are weaker physically, but when it comes to the strength in the mind, women are much stronger there. അതുകൊണ്ടാണ് women ഇത്രയേറെ ടാസ്കുകൾ ചെയ്യാനായിട്ട്. Have you ever thought life of a woman? Is it easy? ഒരു girl born ചെയ്യുന്നതിനും തൊട്ട് is it easy? If you look back, take your own life എടുത്താൽ, is it easy to live a woman's life? Easy or not? It's never easy, alle? പക്ഷേ when you say that it is never easy, have you ever felt that it is difficult? ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ it is never easy to live a woman's life compared to a man എന്ന് പറയുമ്പോൾ. വിമൻ മൾട്ടി ടാസ്കിംഗ് ആണ്. വിമൻ ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ടു മെന്നിനെക്കാട്ടിലും വിമൻ ട്രൈ ടു ഡു, എല്ലാത്തിനും കൊണ്ട് കൈയിടുന്ന ഒരു സ്വഭാവമുണ്ട് വിമൻ. എല്ലാത്തിനും അത് കൈയിടും, എല്ലാം ചെയ്യാൻ റെഡി ആയിട്ട് എപ്പോഴും നിൽക്കുന്നത്. ബട്ട് മെൻ തിങ്ക് ട്വൈസ്, ഷുഡ് ഐ ബി ഡൂയിങ് ഇറ്റ്? ബട്ട് വിമൻ സേ വി ആർ റെഡി ഫോർ എവറിഥിങ് ആൻഡ് എനിത്തിങ്. ആൻഡ് ചെയ്തെടുക്കുകയും ചെയ്യും. അതാണ്, ചെയ്തെടുക്കുകയും ചെയ്യും. പണ്ടുള്ളവർ പറയത്തില്ലേ, എന്നാ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അന്ന് ആൾക്കാർ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നെഗറ്റീവിലാണ്. പക്ഷേ അതൊന്ന് പോസിറ്റീവായിട്ട് എടുത്തേ. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുത്തേ, എന്തെല്ലാം കാര്യങ്ങൾ നേടാനൊക്കെ അല്ലേ, കമ്പയർ ടു വൺ മെൻ ഡു. ദ തിങ് ഈസ് വെൻ 19th centuries-ലൊക്കെ അല്ലെങ്കിൽ 18th centuries-ലൊക്കെ women were not allowed to do several things. പല കാര്യങ്ങൾ ചെയ്യാൻ allowed അല്ലായിരുന്നു. വിമനെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്താണ് വിമനെ കൊണ്ടുവന്നിരിക്കുന്നത്. when it came to 17th century, 18th century, 19th century-ലൊക്കെ ഭയങ്കര, നമുക്കറിയാം, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു വിമന്. They were not even allowed to go to schools or colleges. They were not even allowed to step into the threshold of education. They were not allowed to do many things. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ allowed അല്ലായിരുന്നു. നമ്മൾ കേരളത്തിലും അതുപോലെ ആയിരുന്നു. ഈവൻ വെൻ ഇറ്റ് ഗോസ് ടു നോർത്ത് ഇറ്റ് വാസ് വേഴ്സ്റ്റ്. നോർത്തിലൊക്കെ ഇതിലും വേഴ്സ്റ്റ് ആയിരുന്നു. കേരളത്തിൽ പിന്നെയും ഡെവലപ്മെൻറ്റ്സ് വന്നു, പക്ഷേ നോർത്തിലൊക്കെ ഇപ്പോഴും ഈ ഒരു 21st century-ലും നോർത്തിൽ പോയി കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് സ്മോൾ ഗേൾസ് ആർ മെയ്ഡ് ടു ഡു ഹൗസ് ഹോൾഡ് വർക്ക്. Small girls are told that they have to get married at the age of 13, 14, 15-ലൊക്കെ they have to get married. It's not easy. But comparatively, Southil it's much better now. But still it is not easy. So always understand one thing, that men are differently made, women are differently made. അതുകൊണ്ട് തന്നെ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ളൊരു ഫൈറ്റ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ ഷുഡ് നോട്ട് ഹാപ്പൻ. വി ആർ മെയ്ഡ് ഡിഫറെൻ്റ്ലി. അതുകൊണ്ട് തന്നെ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്ന് ഉള്ളൊരു ചോദ്യം, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, വിമൻ, ഇതിനകത്ത് മാരീഡ് വിമൻ ഉണ്ട്, അൺമാരീഡ് വിമൻ ഉണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടോക്ക് ഓൺ എ ജനറൽ പ്ലാറ്റ്ഫോം. ഫസ്റ്റ് ഓഫ് ഓൾ, വിമൻ ആയിട്ട് ബോൺ ചെയ്ത നമ്മളുടെ ഈ മാനുവൽ എന്താണെന്ന് ആദ്യം അറിയണം. വിമൻ, വാട്ട് ആർ വി? നമ്മളുടെ ഈ മാനുവൽ എന്താണെന്ന് ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കണം. പലർക്കും അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല പ്ലാറ്റ്ഫോമിലും മെന്നുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ മാനുവൽ എന്ന് പറയുന്നത്, വി ആർ വെരി സ്ട്രോങ് മെൻ്റലി. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണ്. വി അണ്ടർസ്റ്റാൻഡ് തിങ്സ്. വി ആർ വെരി കൈൻഡ് ഹാർട്ടഡ് ഇൻ ദ ഇൻസൈഡ്. പെട്ടെന്ന് കരയുന്നവരാണ്. അല്ലാത്തവരും ഉണ്ട്, ഇല്ല എന്നെല്ലാം പറയുന്നത്. പക്ഷെ നമുക്കൊക്കെ പെട്ടെന്ന് ഫീലിങ്സ് കയറുന്ന ആൾക്കാരാണ്.
പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാലൊക്കെ ഫീലിങ്സ്. നമ്മൾ ഒത്തിരി സ്നേഹത്തിൽ ആൾക്കാരെ കവർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. പെണ്ണിനെ ദൈവം സൃഷ്ടിച്ച അങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റ് 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 അല്ലേ? നമ്മുടെ ബോഡി പോലും തൊട്ടാൽ കമ്പയർ ടു മെൻ തൊട്ടാൽ നമ്മൾ ഭയങ്കര സോഫ്റ്റാണ് അല്ലേ? നമ്മുടെ സ്കിന്നായാലും നമ്മളുടെ ഹെയർ ഗ്രോത്ത് സ്ട്രക്ചർ, നമ്മൾ എവ്രി വേ നമ്മൾ ഭയങ്കര സോഫ്റ്റാണ് കമ്പയർ ടു മെൻ. സോ മൊത്തത്തിൽ ഭൂമിയിലേക്ക് ദൈവം വിട്ട സ്ത്രീയെ വിട്ടേക്കുന്ന അങ്ങനെയാണ്. നീ ആടാ മുത്തെന്നും പറഞ്ഞാണ് വിട്ടേക്കുന്നത്. പക്ഷേ ഈ മുത്തിൻ്റെ വില അറിയത്തില്ലാത്തുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു, ദ ഡേ യു ബിഗിൻ ടു സപ്പോർട്ട് അതർ വിമൻ, അന്നേ വിമൻ എംപവർമെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അതർവൈസ് വിമൻ എംപവർമെൻറ്റ് എല്ലാം കുറേ പേര് ഇങ്ങനെ സംസാരിച്ച് പോകുന്നല്ലാതെ വിമൻ എംപവർമെൻറ്റ് വിൽ നെവർ ബി കംപ്ലീറ്റ് അൺലെസ് ആൻഡ് അൺടിൽ you agree to the fact that we women need each other. We women need each other. We have to be there for the weaker sorts. We have to be there for the society. We have to be there for the people. We have to be there. അത് മനസ്സിലാക്കാതെ എന്ന് സ്ത്രീജനം മനസ്സിലാക്കുന്നു അന്ന് വിമൻ എംപവർമെൻറ്റ് കംപ്ലീറ്റ് ആവും. ടിൽ ദെൻ ദിസ് ഇസ് ഓൾ ഇൻ എയർ. വാട്ട് എവർ പീപ്പിൾ സ്പീക്ക്, ഇറ്റ്സ് ഓൾ ഇൻ എയർ. ഒരു ഫാമിലി എടുത്തേ, എപ്പോഴും നമ്മൾ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഹാസ് ടു ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഹോം, റൈറ്റ്? ആദ്യം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ വീട്ടിൽ നിന്ന് അത് സ്പ്രെഡായി ടു ദ നെയ്ബർഹുഡ് വരും അല്ലേ? ആ നെയ്ബർഹുഡ് സ്ട്രെങ്തൻ ആയി കഴിയുമ്പം അത് സ്പ്രെഡായി ഇറ്റ് കംസ് ടു യുവർ ടൗൺ. ഫ്രം ടൗൺ ഇറ്റ് ഗെറ്റ്സ് ടു ദ സിറ്റി. ഫ്രം സിറ്റി ഇറ്റ് ഗെറ്റ്സ് ടു ദ നേഷൻ. അങ്ങനെയല്ലേ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? സോ എവറി ഡെവലപ്മെൻറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. നിങ്ങൾ വീട്ടിൽ ഒരു മുഖവും പുറത്ത് വേറൊരു മുഖവും കാണിച്ചാൽ യു ആർ നെവർ എ പ്രോപ്പർ എംപവേർഡ് പേഴ്സണാലിറ്റി. So first thing you have to understand is empowerment starts here in the mind. It has nothing to do with the physical strength. Empowerment has nothing to do with the physical strength. It starts out here. And when I say empowerment has to start within our homes first എന്ന് പറയുമ്പം ഒരു വീട്ടിൽ ഒരു ലേഡിയാണ് ആ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മുടെയൊക്കെ വീടുകളിൽ ലേഡീസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ലേഡിയാണ്. ഒരു വീട്ടിലെ സ്ത്രീ മാറിപ്പോയി നിന്ന് കഴിയുമ്പം നമുക്ക് കാണാം പല വീടുകളും തകർന്നു വീഴുന്ന കാണാം. ഡു യു എഗ്രി ഓർ നോട്ട്? അമ്മമാർ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ അറിയാം ആ വീടിന് ഭയങ്കര ഒരു വാക്യൂമാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് മെൻ പോയാൽ പ്രശ്നം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മെൻ പോയാൽ പ്രശ്നമുണ്ട്, അച്ഛന്മാർ പോയാൽ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ വിമൻ പോകുമ്പോഴാണ് ആ വീട് ഒത്തിരിയും ഷാറ്റേഡായി പോകുന്നത്. ബിക്കോസ് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നത് ആ സ്ത്രീയാണ്, ചേർത്ത് പിടിക്കുന്നത്. ദിസ് ഈസ് ദ പവർ ഓഫ് എ വുമൻ. പലരും അത് നിസ്സാരമായിട്ട് കണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവിടുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആലോചിക്കണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനം, നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്ഥാനം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ വ്യക്തികൾ കുറച്ച് നേരം ഇല്ലാതായെന്ന് വെച്ചേ, അമ്മ ഇല്ലാതായി, ഒന്ന് ആലോചിച്ചേ, അവരവരുടെ വീടുകളിൽ അമ്മ ഇല്ലാതായി. Can you imagine it? ആ വീടിൽ ഒരു വലിയ വാക്യൂം വന്നോ? നമ്മൾ ഒരു കൊച്ചു ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിയുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്റ്റാർട്ടിങ് ഫ്രം പ്യൂബർട്ടി, പീരിയഡ്സ് ആകാൻ തുടങ്ങുന്ന സമയം മുതൽ അനുഭവിക്കുന്ന വേദനകൾ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ വോണ്ട് വിമൻ ടു സപ്പോർട്ട് വിമൻ. വീട്ടിനകത്തായാലും പുറത്തായാലും വിമൻ ഷുഡ് സപ്പോർട്ട് വിമൻ. ഇതൊരു എല്ലാവർക്കും ഉള്ളതല്ലേ എന്നും പറഞ്ഞ് ഒരു കണ്ടീഷനിൽ വിടരുത്. എല്ലാവർക്കും ഉള്ളതല്ലേ, സോ ഇറ്റ് ഇസ് നോർമൽ എന്ന് പറഞ്ഞ രീതിയിൽ വിടരുത്. ഒരു കുട്ടിക്ക് പീരിയഡ്സ് ആകുമ്പം ഉണ്ട വേദന ഇവിടെ പലർക്കും അറിയാം ഇല്ലേ? പലർക്കും പീരിയഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ആ വേദനകൾ വെച്ചാണ് പലരും ജോലിക്ക് വരുന്നത്, അല്ലെന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന പലർക്കും പീരിയഡ്സ് വരുന്ന സമയത്ത് വേദനകൾ വെച്ചാണ് ജോലിക്ക് വരുന്നത്. ആ വേദന വെച്ചാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്.
So starting from the puberty phase of a girl, hormonal imbalances ഒരുപാട് നമ്മുടെ ബോഡിയിലുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും പെണ്ണുങ്ങൾക്ക് മൂഡ് സ്വിങ്സും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നതും ഒക്കെ നമ്മുടെ ഈ ബോഡിയിലെ ഇംബാലൻസ് ആണ് പലപ്പോഴും. അത് ഒരു സ്ത്രീക്ക് അത് മനസ്സിലാകാൻ ഒത്തില്ലെങ്കിൽ, മനസ്സിലാക്കി മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ, വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്? സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്, ഇൻ്റർനാഷണൽ കാര്യങ്ങളൊന്നുമല്ല. വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് വലിയ പോളണ്ടിൽ നടക്കുന്നതോ ഇംഗ്ലണ്ടിൽ നടക്കുന്നതോ ഇൻ്റർനാഷണൽ ലെവലിലോ കാണുന്ന സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിലൊന്നും അല്ല. വിമൻ എംപവർമെൻറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം. ബേസിക് ആണ്, ബേസിക്. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം, ഇൻ എവ്രി ഹോം. പിന്നെയും പ്യൂബർട്ടി കഴിഞ്ഞാൽ ആ പീരിയഡ്സ് എല്ലാം വെച്ച് ആ വേദനകൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും ചൈൽഡ് ബർത്തിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ് ഇല്ലേ? പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം എന്തെല്ലാം ബുദ്ധിമുട്ട്. ആദ്യത്തെ 3 മാസം വോമിറ്റിങ്ങും പല മണങ്ങൾ ഇഷ്ടപ്പെടാതെയും പല കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെയും നമ്മുടെ ബോഡിയിൽ അത്രയ്ക്ക് ചേഞ്ചസ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ ഈ കുഞ്ഞിനെ വയറ്റിലിട്ട് 10 മാസം ചുമന്ന് നടക്കുന്ന ഈസിയാണോ? ഈസ് ഇറ്റ് ഈസി? നമ്മൾ ഒരു പ്രഗ്നന്റ് ലേഡി റോഡിൽ കൂടെ പോകുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര നോർമലായിട്ടാണ്. കാരണം നമ്മളൊക്കെ അത് ഫേസ് ചെയ്താണ്, അത് ഗോ ത്രൂ ചെയ്താണെങ്കിൽ പോലും വി ടേക്ക് ഇറ്റ് വെരി നോർമൽ, വി ടേക്ക് ഇറ്റ് വെരി, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാം നോർമൽ, നമുക്കൊക്കെ എല്ലാം ഓക്കെയാണ്. ബട്ട് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി എന്ന് മനസ്സിലാക്കിയാൽ we ourselves will start respecting other women. That's the first thing. Respect women. Respect. If women do not respect women, how can you expect a man to show respect and honor to a woman? ഒരു സ്ത്രീക്ക് സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ, if a woman cannot respect another woman, if a woman does not understand the issue and problems of another woman, how do you expect a man to understand that? എന്നിട്ട് എല്ലാവരും ആണുങ്ങളെ കുറ്റം പറയും. പുള്ളി അങ്ങനെ ചെയ്തു, പുള്ളി ഇങ്ങനെ ചെയ്യുന്നു, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നു. Why do you blame men when women ourselves don't support each other? Starting women empowerment start ചെയ്യുന്ന അവിടെയാണ്. Understand the value of woman, what a woman is. ഇനിയും പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞ് അടുത്ത എന്താ? ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് എ ചൈൽഡ്. Is it easy to feed a child? Starting delivery കഴിഞ്ഞ് എത്ര പേര് ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളുള്ള എനിക്കറിയത്തില്ല. പക്ഷേ is it easy? അമ്മമാരോട് ഞാൻ ചോദിക്കുക, was it easy? Was it easy to feed a child in the first few days? എന്താ സംഭവിക്കുന്നത്? Your nipples get hurt അല്ലേ? വേദനിക്കാൻ തുടങ്ങും. It's never easy. സിസേറിയൻ ആയാലോ നോർമൽ ഡെലിവറി ആയാലോ പെയിൻ, ഈ ഭാഗത്തെല്ലാം പെയിൻ. It's never easy. Breastfeeding is never easy. എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുഞ്ഞിനെ കയ്യിലെടുത്ത്, പക്ഷേ ആ അമ്മ ഗോ ത്രൂ ചെയ്യുന്ന ഇറ്റ്സ് നെവർ ഈസി. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഒരു ഫേസ് ഉണ്ട്, മെനോപോസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. സോ ഇറ്റ്സ് നെവർ ഈസി. മെനോപോസ് ഫേസ് ഇറ്റ്സ് നെവർ ഈസി. You get all sort of things. ഹോർമോൺ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച് പോകും ഹോർമോൺസ് എല്ലാം. It is never easy to go. It takes almost 1 year. Menopause ഒക്കെ ആയിട്ടുള്ളവർ ആദ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ it takes almost 1 year for that phase to complete. You get hot flashes. You get pains in your body. You get like എന്താ പറയുക headaches. I know people who have regular headaches because of menopause. ചില ആൾക്കാർക്ക് they are not in their proper sense. They go out of their senses. ചില ആൾക്കാർ മെനോപോസിന്റെ ഫേസിൽ. നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറ് പോലും ഇല്ല അല്ലേ? എന്ത് ഈസി ആയിട്ടാ ഒരു വുമൻ ഗോ ത്രൂ ചെയ്യുന്ന ഫേസസ് ആണ്. ഇത്രയും ഒരു വുമൻ കഷ്ടപ്പെട്ട് ഗോ ത്രൂ ചെയ്യുന്ന ഫേസസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ദാറ്റ് വി വിമൻ ഷുഡ് സപ്പോർട്ട് അതർ വിമൻ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഫേസസ്? യെസ് ഓർ നോ? യെസ്, very much required. This is where women empowerment starts. Please don't blame men if they don't respect you. നമ്മളെ മറ്റൊരാൾ ട്രീറ്റ് ചെയ്യുന്നത് is how we project ourselves. നമ്മളെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് മറ്റുള്ളവർ നമുക്ക് തരുന്ന റെസ്പെക്റ്റും ഓണറും ഒക്കെ. അല്ലാതെ നമ്മൾ പറയത്തില്ലേ respect has to be earned. It has to be earned na.
It doesn't just come like that. It has to be earned. Respect earn ചെയ്യണമെങ്കിൽ from another woman ആയാലും from men ആയാലും respect earn ചെയ്യണമെങ്കിൽ you have to behave like a proper quality woman. And എന്താണ് quality woman? Woman who always nags? ആണോ? Woman who always complains? ആണോ? Woman who doesn't take care of herself? ആണോ? Woman who feels that man should take care of me? Woman who feels that, okay, he's my husband, he should spend money on me? Woman who feels that I have to be taken care of all together. ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ പോലും കൂടെ ഹസ്ബൻഡ് വരണമെന്ന് പറയുന്ന വിമൻ ഉണ്ട്. Is that the sign of a quality woman? അതാണോ ക്വാളിറ്റി വുമൻ? രണ്ട് കൈയും രണ്ട് കാലും നടക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും രണ്ട് കണ്ണ് എല്ലാ ആരോഗ്യം ഒരു ആണിന് കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പെണ്ണിന് ദൈവം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എന്നാലും why are we expecting another person to support us financially, emotionally, physically? എല്ലാം ഞങ്ങൾ പെണ്ണ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം. അവിടെ you lose all your respect, you lose all your honor. Be nice people, very important. Be nice people, be kind people, be good people. ഈ മൂന്ന് ക്വാളിറ്റി ആദ്യം അങ്ങ് എടുക്കണം. Be nice, be kind, be good. ഞാനിത് പറയുമ്പോഴും remember one thing, do not be too nice, do not be too kind, and do not be too good. Anything going to the extreme നമ്മളെ ഹേർട്ട് ചെയ്യും, വലിയ കുഴിയിൽ പോയി വിടും നമ്മൾ. Anything going to the extreme, nothing should go to the extreme. Be nice people but understand where to say no. Be good people, understand where to say no. നോ പറയേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അപ്പം നോ പറയുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? എവിടെ നോ പറയണമെന്ന് അറിയണമെങ്കിൽ എന്താ നമുക്ക് ആദ്യം വേണ്ടത്? Who can tell me that? If I have to say no to somebody, ഒരു കാര്യം പറയുമ്പോൾ എന്നോടൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ if I can do, I do. എനിക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. But if I cannot do, I tell I cannot do. അതെപ്പോഴാണ് നമ്മൾ അറിയുന്നത് I cannot do or I shouldn't be doing it? നമുക്ക് ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ഡോക്ടറേറ്റ് ആണോ? മാസ്റ്റേഴ്സ്, ഡബിൾ PG? കറേജ് അല്ല. ബോൾനെസ്, അവയർനെസ്, അതിനൊക്കെ മേളിലുണ്ട്. അതൊക്കെ ഉണ്ട്, ഫാക്ടേഴ്സ് ആണ്. ബട്ട് ഏറ്റവും മേളിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാ? Realization. Exactly. You should have wisdom. Wisdom is the most important thing. പരിജ്ഞാനം ഉണ്ടാവണം. പരിജ്ഞാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വരും. നമുക്ക് തന്നെ ജീവിതത്തിൻ്റെ അനുഭവം വേണമെന്നില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ലേൺ ഫ്രം അതർ പീപ്പിൾസ് മിസ്റ്റേക്സ്. ഞാനൊക്കെ ജീവിതത്തിൽ 1000 മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. And I have failed 101 times. I have failed in a lot of areas of my life. And one of the reasons why I failed in a lot of areas of my life is because I did not have a proper mentor. ഒരു proper role model അല്ലെങ്കിൽ ഒരു proper mentor I did not have. I learned from my mistakes. ഓരോ കുഴി വീണ് കഴിയുമ്പോൾ അയ്യോ ഇതൊരു കുഴിയായിരുന്നു എന്ന് പഠിച്ച കൂട്ടത്തിലാണ് ഞാൻ. അതേസമയം അതൊരു കുഴിയാണ്, മോളെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറയാനായിട്ട് ഒരാൾ ഐ ഡിഡ് നോട്ട് ഹാവ്. ആ ഒരാളെന്ന് പറയുന്നത് നമുക്കൊരു ബെൻഡഡാണ്. നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ഉപദേശിക്കുന്ന, നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മളുടെ ഈഗോ കാരണം ഷട്ട് ചെയ്യരുത്. ഡോണ്ട് ഷട്ട് സച്ച് പീപ്പിൾ ഫ്രം അവർ ലൈഫ്സ് ബിക്കോസ് ഓഫ് അവർ ഈഗോസ്. യു ഷുഡ് നെവർ ബി ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഷട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാനൊക്കില്ല. There are people who will show you the right path, who will be a torch to your path. നിങ്ങളുടെ വഴിയിൽ ടോർച്ചായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. Keep them along with you. നമ്മളുടെ ഈഗോ കാരണം
അല്ലെ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ധാരണകൾ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് മാറ്റരുത്. അവരൊന്ന് പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം. Have a wisdom. It is very much required. Have wisdom. Gather wisdom. These are the basics of women empowerment. And always remember, women എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും എൻ്റെ അച്ഛൻ തൊട്ട് ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ആൺമക്കൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടരല്ല വിമൻ എന്ന് ആദ്യം ഓർത്തോണം. നമ്മൾക്ക് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി എപ്പോഴും ഉണ്ടാവണം. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി, നമുക്കെല്ലാം ഒരു പേരുണ്ട് അല്ലേ? ആ പേരാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി. ലേൺ ടു സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ് ഫസ്റ്റ്. ഒരു വിവാഹം കഴിക്കുന്ന അല്ല ഇമ്പോർട്ടൻറ്റ്, സ്റ്റാൻഡിങ് ഓൺ യുവർ ഫീറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. Standing on your feet, financial independence, very much required. Financial independence is very much required. ഇതിനകത്ത് കല്യാണം കഴിക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങൾ പോയി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ പോയി എനിക്കൊരു 5 രൂപ തരാമോ, ഒരു 10 രൂപ തരാമോ എന്ന് ചോദിക്കുന്ന അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സന്തോഷവും ഫ്രീഡവും എന്നൊക്കെ പറയുന്നത്. You should be having enough to help yourself and to help people outside you. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തന്നെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. നോട്ട് ദാറ്റ് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, ഞാനൊരു പെണ്ണായതുകൊണ്ട് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിക്കുന്നതല്ല. ദാറ്റ് ഈസ് നോട്ട് വിമൻ എംപവർമെൻറ്റ്. നമ്മളുടെ കയ്യിൽ കാണണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. ആര് നമ്മുടെ മുമ്പിൽ വന്നാലും ഒരു സങ്കടം പറഞ്ഞ് കൊടുക്കാൻ നമ്മളുടെ കാണണം. അന്നേരം ഞാൻ ചോദിക്കട്ടെ, അവരോട് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ തരാമെന്നല്ല, നമ്മളുടെ കയ്യിൽ കാണണം. She stands for righteousness. She stands for truth. സത്യത്തിനും നീതിക്കും ന്യായത്തിനും നിൽക്കുന്നതായിരിക്കണം സ്ത്രീ ജനങ്ങൾ. ഈ ആവശ്യമില്ലാത്ത വഴക്കുകളൊക്കെ നിർത്തി ന്യായത്തിനും സ്നേഹത്തിനും നിൽക്കുന്ന റോൾ മോഡൽസ് ആകണം വിമൻ. പക്ഷേ അതൊരു വീക്ക്നെസ്സും ആകരുത്. When I say be very loving, treat your colleagues, treat your friends, treat your siblings with honor എന്നൊക്കെ പറയുമ്പം അതൊരു ഫൈറ്റിന് വേണ്ടിയോ ഒന്നുമല്ല, ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് വുമൻ ഈസ്. വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന, വിമൻ സ്ട്രെങ്ത് എന്ന് പറയുന്നു അത് തന്നെയാണ്. ഡു നോട്ട് ജഡ്ജ് യുവർ കലീഗ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ഓഫീസ് ആയതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളുടെ കലീഗ്സിനെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ പോകരുത്. ഡു നോട്ട് ജഡ്ജ് യുവർ കലീഗ്സ്. അവരുടെ ഡ്രസ് സെൻസിൽ അവരെ പരിഹസിക്കാനോ, അവരുടെ തോട്ടിൽ അവരെ പരിഹസിക്കാനോ, അവരുടെ ജോലി സ്ഥാനത്ത് അവർക്കുണ്ടാക്കുന്ന വി ആർ ഓൾ ഡിഫറെൻറ്റ് പീപ്പിൾ. ചിലവർ ജോലി ചെയ്യുന്ന, ചിലവർ ഭയങ്കര സ്മാർട്ടായിട്ട് ജോലി ചെയ്യും, ചിലവർ അത്ര സ്മാർട്ടായിട്ട് ജോലി ചെയ്യത്തില്ല, ചിലവർ സം പീപ്പിൾ നീഡ് ഹെൽപ്പ്. സോ വാട്ട് ഷുഡ് വി ബി ഡൂയിങ്? ജഡ്ജ് ദം ആൻഡ് ടെൽ ദം ലൈക്ക് ഇതുങ്ങൾക്കൊന്നും പണി അറിയത്തില്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുവാണോ വേണ്ടിയത്? യെസ് ഓർ നോ? നോ, വി ഷുഡൻറ്റ് ബി ടോക്കിംഗ് ദാറ്റ് വേ ടു അവർ കലീഗ്സ്. വി ഷുഡ് ബി സപ്പോർട്ടേഴ്സ്. നമ്മുടെ കലീഗ്സിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് നിൽക്കുക. നമ്മുടെ കണ്ണിലൊക്കെ വലിയ കോല് വെച്ചോണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകരുത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഏറ്റവും നല്ല പേര് വേണം, മറ്റുള്ളവർ എന്നെക്കുറിച്ചൊന്നും പറയരുത്. എൻ്റെ വീടിൻ്റെ പേര്, എൻ്റെ പേര്, എൻ്റെ അച്ഛൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ മുത്തച്ഛൻ്റെ പേര്, മുത്തശ്ശിമാരുടെ പേര്, അവരുടെ പേരുകളെല്ലാം വളരെ മാന്യമായിട്ട് സൂക്ഷിച്ച് വെച്ച് ഞാൻ അടക്കമുള്ള ഒരു കുടുംബ പേര്, ഒരു ചീത്തപ്പേരും ഉണ്ടാക്കാതെ ഞാൻ ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടി. Do you want to be that? Or you want to live your life to the fullest? It's nice to live your life to the fullest. അങ്ങനെ ടു ലിവ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് ആണെങ്കിൽ യു കനോട്ട് ലിവ് സംബഡി എൽസസ് ലൈഫ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇതാണെന്ന് പറഞ്ഞ് അത് അവർ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ഗ്രാൻഡ് ഫാദർ കുടുംബ പേരൊക്കെ പറഞ്ഞ് എൻ്റെ ഡാഡിക്ക് ട്രാൻസ്ഫർ ചെയ്തു. എൻ്റെ ഡാഡി കുടുംബ പേരൊക്കെ പറഞ്ഞ് എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ ആരുടെ ലൈഫാണ് പിന്നെ ജീവിക്കുക? ഞാൻ ഭയങ്കര ഒതുങ്ങി, ശാലീന സുന്ദരി, ഭയങ്കര ഒതുങ്ങി അടക്കം ഒതുക്കായിട്ട് ഇങ്ങനെ ഡു ഐ ലിവ് മൈ ലൈഫ് ഓർ ഡു ഐ ലിവ് സംബഡി എൽസസ് ലൈഫ്? ഐ ലിവ് സംബഡി എൽസസ് ലൈഫ് അല്ലേ? അവസാനം ഈ ലോകത്തൊന്ന് യാത്ര പറയുമ്പോഴത്തേക്ക് ഇരുന്ന് ആലോചിക്കും, ഡിഡ് ഐ റിയലി ലിവ് മൈ ലൈഫ് ഓർ ഡിഡ് ഐ ലിവ് സംബഡി എൽസസ് ലൈഫ്? സോ ഫൈൻഡ് യുവർ പാഷൻസ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ജീവിതത്തിൽ?
നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ആകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ലൈക്ക് ടു ഡു ഇൻ ലൈഫ്? ഗോ ഫോർ ഇറ്റ്. ചേസ് ദോസ് ഡ്രീംസ് ഇൻ ലൈഫ്. ആ ലൈഫ് ചേസ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നന്മകൾ ചെയ്യാവുന്ന ഒക്കെ നന്മകൾ ചെയ്യണം. സൊസൈറ്റിക്കായാലും കുടുംബത്തിനായാലും ഡു ഗുഡ് ഫോർ പീപ്പിൾ. ദിസ് ഈസ് വാട്ട് വിമൻ എംപവർമെൻറ്റ് ഇസ്. ഡു ഗുഡ് ഫോർ പീപ്പിൾ, ഡു ഗുഡ് ഫോർ സൊസൈറ്റി, ഡു ഗുഡ് ഫോർ യുവർ സെൽവ്സ് and live your life. Live your life to the fullest with full passion ആയിട്ട് live ചെയ്യുക. Don't wait for people to support you. എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല, എനിക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ don't wait for people to support you. ആരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയത്? നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫ്ലെയിം ഉണ്ടെങ്കിൽ, ഒരു ഫയർ ഉണ്ടെങ്കിൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ ആരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയത്? നിങ്ങൾക്ക് ഓടിക്കൂടെ തന്നെ ഇല്ലേ? നിങ്ങൾക്കായിക്കൂടെ മറ്റുള്ളവർക്ക് സപ്പോർട്ട്? ഫൈൻഡ് യുവർ പാഷൻസ്. നിങ്ങളുടെ ഉള്ളിലെ ഫ്ലെയിം കെട്ടുപോരുത്. അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ലിവ് എ ലൈഫ്. ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. നമ്മളിപ്പോൾ ഒരു യാത്ര പോവാം. ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ഒരു യാത്ര പോകുമ്പോൾ പോയിന്റ് ബി ചെല്ലണം എന്നും പറഞ്ഞല്ലേ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്? അതോ പോയിന്റ് എയിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയെങ്കിലും ചെല്ലട്ടെ, ആ ഒരു ധാരണയിലാണോ ഒരു യാത്ര ചെയ്യുന്നത്? അപ്പം ഒരു നോർമൽ യാത്രയ്ക്ക് നമുക്ക് അത്രയും പ്ലാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല? ലൈഫ് എന്തുകൊണ്ട് പോയിന്റ് എ തൊട്ട് യെസ് ഞാൻ യാത്ര ചെയ്ത് ഐ എം ഗോയിങ് ടു പോയിന്റ് ബി എന്ന് പറഞ്ഞ് പോയിന്റ് ബി ചെല്ലാനായിട്ട് ഉള്ള തീരുമാനത്തോടുള്ള യാത്രകൾ പലർക്കും ഇല്ല. വൈ? ഈ യാത്രയ്ക്ക് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് അറിയത്തില്ലായ്കയാണോ? ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരും, ഇൻസെക്യൂരിറ്റീസ് വരും. ഹൗ ഡു യു ബിൽഡ് യുവർ കോൺഫിഡൻസ്? എങ്ങനെ നമുക്ക് ഏത് കാര്യം ചെയ്യണമെങ്കിൽ കോൺഫിഡൻസ് എന്ന കാര്യം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? Who can tell me? When you? That is one point. Yes, you should have knowledge. ഏത് കാര്യത്തിനാണെങ്കിലും നോളജ് വേണം. ആ നോളജ് ഇല്ലെങ്കിലാണ് പലപ്പോഴും നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത്. നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നത്. രണ്ടാമത് നമ്മൾക്ക് വരുന്ന കാര്യമാണ് ഭയം, ഫിയർ. നമുക്ക് പേടിയാണ്, നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യാൻ പേടി. നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ചങ്ക്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ കട്ട സുഹൃത്താണ്. എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും അത് എടുത്തോളൂ, എന്ത് നല്ല കാര്യം പറഞ്ഞാലും എടുത്തോളൂ. നമ്മുടെ കട്ട സുഹൃത്ത്. നമ്മളെ മറിച്ചൊരു ചോദ്യം ചോദിക്കത്തില്ല നമ്മുടെ ബ്രെയിൻ. സോ നമ്മളിപ്പം അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത് നമ്മുടെ തോട്ട്സ് നല്ലതാവാൻ പറയുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ അതാ. ബിക്കോസ് നമ്മുടെ തോട്ട്സ് നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോഴും നമ്മുടെ തോട്ട്സ് ബാഡ് ആകുമ്പോഴൊക്കെ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ കട്ട ചങ്കാകുമ്പോൾ നമ്മൾ സ്ട്രെസ് വരുന്നു എന്ന് കാണുമ്പോൾ ബ്രെയിൻ പറയും മൈ ഗോഡ് ഷീ ഈസ് ഗോയിങ് ത്രൂ ഹെൽ ലോട്ട് ഓഫ് എ സ്ട്രെസ്, കം ഓൺ ഗായ്സ്. ആ സിഗ്നൽ കംപ്ലീറ്റ് ബോഡിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടും. കംപ്ലീറ്റ് ബോഡിയിലേക്ക് ഇറക്കി വിടുമ്പോഴത്തേക്ക് ബോഡിയിലെ ഓരോ ആമൊക്കെ പറയും ഓ മൈ ഗോഡ് ഷീ ഈസ് ഇൻ സ്ട്രെസ്, ഷിവറിങ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ചിട്ട് ബോഡിയിലേക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഹാർട്ട് വരും ഓ മൈ ഗോഡ് ഷീ ഈസ് ഇൻ ഹാർട്ട് ബീറ്റ് കൂടും. സോ ബ്രെയിൻ ആണ് ഈ പണ്ടാരാണ് ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ കൊടുത്തു വിടുന്നത്. സോ യു നീഡ് ടു ട്രിക്ക് യുവർ ബ്രെയിൻ ഓൺ ദിസ് നൗ. ഓക്കെ, നമുക്ക് ബ്രെയിനെ ട്രിക്ക് ചെയ്താൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ നോക്കും. നിങ്ങൾക്ക് എത്ര ലൈഫിൽ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോഴും ട്രിക്ക് യുവർ ബ്രെയിൻ. യുവർ ബ്രെയിൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഫാക്ട് ഫ്രം ഫിക്ഷൻ. മനസ്സിലാക്കിക്കോ, യുവർ ബ്രെയിൻ ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഫാക്ട് ഫ്രം ഫിക്ഷൻ. സോ ദിസ് വേ യു ക്യാൻ ബിൽഡ് യുവർ കോൺഫിഡൻസ്, യു ക്യാൻ ഗെറ്റ് യുവർ തിങ്സ് ഡൺ. സെക്കൻഡ് തിങ്, അനദർ തിങ് ഈസ് ഡു നോട്ട് പ്രോക്രാസ്റ്റിനേറ്റ്. ഒരു കാര്യം നാളത്തേക്കിനും വെക്കരുത്, മടി പിടിച്ചിരിക്കരുത്, നാളത്തേക്കിനും വെക്കരുത്. അതെപ്പോഴും ഓർത്തോണം. നമുക്ക് ഒരു വിമൻ എംപവർമെൻറ്റ് പറയുമ്പോൾ ഇതെല്ലാം എവറിത്തിങ് കംസ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിമൻ എംപവർമെൻറ്റിനകത്ത്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ടു ബി എ വുമൺ ഓഫ് സബ്സ്റ്റൻസ് ആണ് വുമൻ എംപവർമെൻറ്റ്. ഈസ് ടു ബി എ വുമൺ ഓഫ് സബ്സ്റ്റൻസ്. ആ വുമൺ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം. യു ഷുഡ് ഹാവ് കോൺഫിഡൻസ്, യു ഷുഡ് അഡോൺ യുവർ സെൽഫ് വിത്ത് ഗ്രേസ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിരിയിൽ എപ്പോഴും ഒരു ചിരിയൊക്കെ വെച്ചിരിക്കടോ. Why aren't you smiling? Keep a smile on your face every time. It's nice to see smiling faces. It's very nice to see smiling faces. Be a very pleasant person. എന്തെല്ലാം തലയിൽ വലിയ ഇടി വെട്ടുന്ന അനുഭവങ്ങൾ വന്നാൽ പോലും ചിരി ഉണ്ടല്ലോ,
നെവർ ഒരിക്കലും വിചാരിക്കരുതേ എനിക്കെന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ, എനിക്ക് പ്രശ്നങ്ങൾ എന്താ കൂടുതലായിട്ട് കയറി വരുന്നത്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, അങ്ങനെ ഒന്നും വിചാരിക്കാതെ whenever you get an issue, whenever you face a problem, always look at the problem and tell them I'm going to find a solution for this. എന്ത് ലൈഫിൽ എന്ത് ഇഷ്യൂ ആകട്ടെ, കരഞ്ഞിരിക്കാതെ, കണ്ണുനീരിൽ കിടക്കാതെ, സ്ട്രെസ്ഡ് ഔട്ട് ആകാതെ, ഡിപ്രസ്ഡ് ആകാതെ, ലുക്ക് ഇൻ ടു ദി ഐസ് ആൻഡ് സേ ഐ ആം ഗോയിങ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ്. എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, ഫൈൻഡ് എ സൊല്യൂഷൻ. Depressed ആകാൻ, don't allow yourself to fall into depression. Once you fall into depression, it's not easy to come out of it. I'm telling you this. ഡിപ്രഷനിലേക്ക് വീഴുന്നതിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റോണം അവിടുന്ന്. ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ്സ് ഐസ്. എന്താ ഭയം തോന്നുക, അതിൻ്റെ ഐസ് നോക്കി പറയണം ഐ എം ഗോയിങ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ്. ഐ നീഡ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുമാണ് ലൈഫ് മുമ്പോട്ട് നീങ്ങുന്നത്. അറിയാൻ മേലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം. If you do not have solutions, go ask people. There are people around who has faced all this. നമ്മളൊക്കെ ലൈഫിൽ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ല. നമ്മളുടെ ഫോർഫാദേഴ്സ് ഒക്കെ ഫേസ് ചെയ്തൊക്കെ ജയിച്ച് വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളും ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. There's nothing new in it. ഇനി നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യമാണോ, ഗോ ഫോർ കൗൺസിലിങ്സ്. പോയി കണ്ടുപിടിക്കണം ആൾക്കാരെ, നല്ല ആൾക്കാരെ. ആൻഡ് ഗോ ടേക്ക് ഹെൽപ്പ് എടുക്കേണ്ടടുത്ത് ഹെൽപ്പ് എടുക്കുക. ബട്ട് ഡു നോട്ട് ക്വിറ്റ് ഡൂയിങ് എനിത്തിങ്. ഒന്നിനും ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾ ജീവിതം തീർന്നു എന്നും പറഞ്ഞ് ക്വിറ്റ് ചെയ്യാൻ നിൽക്കരുത്. താഴെ വീണു എന്ന് വിചാരിച്ചാൽ വീഴും. ഇപ്പം ഈവൻ ആഫ്റ്റർ മീ ഗിവിങ് സോ മച്ച് ഓഫ് സ്പീച്ചസ്, ഈവൻ നൗ ഈ പോയിന്റിലും ദർ ആർ ടൈം വെൻ ഐ ഹാവ് മൂഡ് സ്വിങ് ഉള്ള ടൈം എനിക്കും ഉണ്ട് എൻ്റെ ലൈഫിൽ. വെൻ ഐ ഫീൽ ലൈക്ക് ദർ ആർ പീപ്പിൾ ലൈക്ക് സംടൈംസ് പീപ്പിൾ ജസ്റ്റ് നമ്മുടെ ചില പോയിന്റ് ചിലപ്പം ചെറിയതായിട്ട് നമ്മുടെ മൂഡിനെ ട്രിഗർ ചെയ്യും, നമ്മളെ പ്രൊവോക്ക് ചെയ്യും. Because I'm a normal human being, I get all these emotions. I'm not from Mars or Jupiter. I am just as same as you guys are, but I've trained my mind in several ways. Adonda I am a little more stronger. There are only differences. So I too have mood swings. But when I get my mood swings, I don't wait till I fall into the pit of it. അതിൻ്റെ മൂഡ് സ്വിങ്ങിൻ്റെ അടിയിലേക്ക് പോയി I don't wait till I reach a position where I cannot climb back. തിരിച്ചു വലിഞ്ഞ് കയറി വരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് I don't allow myself to fall into. That is what is important. മൂഡ് സ്വിങ്സ് ഉണ്ടാകും. It is okay to have. It is all okay. But know where to stop it. That is what is important. So ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിമൻ്റെ ഇടയിലാണ്, ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഹോർമോണൽ ഇംബാലൻസസ് ദാറ്റ് വി വിമൻ ഹാവ്. ആൻഡ് എബവ് എവറിത്തിങ് നമ്മൾ വിമൻ ഒരുപാട് കണ്ടീഷൻഡാണ്. നമ്മളെ കൊച്ചിലെ മുതൽ വളർത്തിക്കൊണ്ട് വരുന്ന രീതികളുണ്ട്. സൊസൈറ്റി ഒരു പെണ്ണിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതികളുണ്ട്. ഇതിലെല്ലാം വിമൻ കണ്ടീഷൻഡാണ്. ഈ കണ്ടീഷനിങ് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻ. ഓരോ കാര്യം ചെയ്യുമ്പോൾ ഞാനിത് ചെയ്യണോ വേണ്ടായോ, നാട്ടുകാരെന്താ പറയും, വീട്ടുകാരെന്താ പറയും, അതെന്താ, ഇങ്ങനെ ഒരുപാട് തോട്ട്സ് പെണ്ണുങ്ങളുടെ തലയിൽ കൂടെ പോകും. ഒരുപാട് തോട്ട്സ് പോകും ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ കണ്ടീഷനിങ്. പക്ഷേ ഈ കണ്ടീഷനിങ്ങിന് ശരിയായ കണ്ടീഷനിങ് അല്ല ദിസ് എന്ന് അറിയുവാണെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷനിങ്ങിന് പുറത്ത് വരണം. ആൻഡ് തിങ്ക് ഗുഡ്. ഏതൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് സ്മാർട്ടായിട്ടൊന്ന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ ആ പഴയ പണ്ട് വിമനെ എങ്ങനെ വിമനെ കരുതി വെച്ചോ അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. ബിക്കോസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ കരഞ്ഞ് പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ജീവിതം മുമ്പോട്ട് പോവില്ല. നിങ്ങൾക്ക് ഏറ്റവും പാടായിരിക്കും. ഇപ്പം എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്മാർട്ടായിട്ട് ചെയ്യേണ്ട കാലഘട്ടമാണ്. യു കാൻ ജസ്റ്റ് മൂവ് യുവർ സെൽഫ് ബാക്ക്. ഈവൻ മാരീഡായിട്ടുള്ളവർ, മാരീഡിലേക്ക് പോകുന്നവർ, മാരീഡായിട്ടുള്ളവർ, ബി എ ഗുഡ് പാർട്ട്ണർ. പണ്ടത്തെ വൈഫ് കൺസെപ്റ്റ് ഒന്നും അല്ല ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ. പണ്ടത്തെ വൈഫ് കൺസെപ്റ്റിൽ യു കനോട്ട് ലിവ്. യു ഹാവ് ടു ബി എ ഗുഡ് പാർട്ട്ണർ. എല്ലാ കാര്യവും കട്ടയ്ക്ക് ഒരേപോലെ നിന്ന് സപ്പോർട്ട് ഈച്ച് അതർ. ഡു നോട്ട് ബി പണ്ടത്തെ പോലെ നാഗിങ് ആയി തീരാതെ. ട്രൈ ടു ബി മോർ അണ്ടർസ്റ്റാൻഡിങ്. വിമൻ ഹു possess അണ്ടർസ്റ്റാൻഡിങ്, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. വിമൻ ഹു possess അണ്ടർസ്റ്റാൻഡിങ്. ചെറിയ കാര്യങ്ങൾക്കാണ് ഫൈറ്റ്സ് വരുന്നത്. കം ഓൺ വിമൻ, കം ഔട്ട് ഓഫ് ഓൾ ദാറ്റ്. സോ
ഒരിക്കലും ആ പഴയ ആ ഒരു കണ്ടീഷനിങ്ങിൽ നിങ്ങൾ നിൽക്കാതെ become woman of substance. When every woman think that I have to become a woman of substance, and when every woman think, that is when women empowerment starts. That is where it starts. എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് അവനവൻ എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത് വിശ്വസിക്കണം. എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഐ ആം എ വുമൺ ഓഫ് സബ്സ്റ്റൻസ്. എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്. ഇനി ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ പഠിച്ചെടുക്കുക. Become that. ഞാൻ പറഞ്ഞില്ലേ, for me the journey was never easy. My life journey was never easy. I had to walk on thorns. I had to swim through high tides in my life to reach this one point. I had to face 100 failures in my life. And one day success came and touched and said, hi guys, I'm here. That one day, it took years for that one day to come. I had hell in my life. അതുകൊണ്ടാണ് I can speak boldly, because these are my experiences that I'm talking about. So ചുമ്മാ ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞ് ജീവിതം എവിടെയെല്ലാം പോട്ടെ, എന്തേലായി തീരട്ടെ എന്ന് പറഞ്ഞ് രാവിലെ ഒരുങ്ങി തിരിച്ചിറങ്ങി തീരുന്നവരായി തീരാതെ എൻ്റെ യാത്ര എങ്ങോട്ടെന്ന് വ്യക്തമായിട്ട് അറിവുള്ളവരായിട്ട് ഇറങ്ങിത്തിരിക്കുക. വ്യക്തമായിട്ട് അറിവുള്ളവരായിട്ട്. എനിക്ക് ചെല്ലേണ്ടടുത്ത് എനിക്ക് ചെല്ലാനൊക്കും എന്ന വിശ്വാസമുള്ളവരായിട്ട്. I consider myself as the world's #1 psychologist. Do you know that? എനിക്ക് സ്വപ്നം കാണാൻ ആരുടെയും അനുവാദം വേണോ? I believe that I am the #1 psychologist in the whole world. അപ്പം ഞാൻ അടുത്ത എന്താ ചെയ്യുന്നത്? I have to come on guys, I have to behave like one. B1 അല്ല, ആ B1 എടുക്കാൻ ഏജസ് ആവും. No, it doesn't come that way. I have to behave like one, right? I have to dress like the best. I have to have the attitude like the best. ഇത് I am the best എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നടക്കുകയും ബാഡ് വേഴ്സ്റ്റ് തോട്ടുമായിട്ട് നടക്കുകയെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുവോ? I said, trick your brain. It has to first be inside. നിങ്ങളുടെ ഉള്ളിലാണ് ഇത് ജനിക്കുന്നത് ആദ്യം. Now, behave ചെയ്തിട്ട് ഏത് മണ്ടത്തരം വിളിച്ചു പറയാൻ ഒക്കുവോ? ഇല്ല. So what's the next thing that I have to have? Knowledge. I have to keep on learning. വിവരമുള്ളവർ പറയുന്നത് കേട്ടും ബുക്സുകൾ വായിച്ചും I have to keep on learning, upgrading myself, believing that I am the best. Yes? Every day I wake up, I look at the mirror and say, I'm good. I'm the best. I'm good. I believe that. Trust me guys, it works. Yeah? And improve on yourself. നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് എന്താണ്, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു അട്രാക്ഷൻ തോന്നും. നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം. അത് നമ്മൾ എവിടെ വീട്ടിൽ നിന്ന് നമ്മളുടെ അടുത്തൊരു 5 കിലോമീറ്റർ പോകുന്ന ഒരു ഡിസ്റ്റൻസ് ആയാൽ പോലും ബി പ്രസൻറ്റബിൾ എവറി ടൈം. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്കൊരു സന്തോഷം തോന്നണം. നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് കൊള്ളാവല്ലോ എന്ന് തോന്നണം. അതിന് ചിലപ്പോൾ 5 കിലോമീറ്റർ ഒന്നും പോകണ്ടായിരിക്കും, ഒരു 100 മീറ്റേഴ്സ് പോകുന്ന ഒരാളായിരിക്കും നിങ്ങളെ കാണുന്നത്. ഓപ്പർച്യൂണിറ്റീസ് എപ്പം കയറി വരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. സോ ഓൾവേസ് ബി അറ്റ് യുവർ ബെസ്റ്റ്. ഇനിയും ഈ ഓൾവേസ് ബി അറ്റ് യുവർ ബെസ്റ്റ് എന്ന് പറയുമ്പം അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറണം. ഏത് കാര്യവും നമുക്ക് കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മളുടെ ഹാബിറ്റായിട്ട് ഇതെല്ലാം മാറണം. ഏത് നല്ല ക്വാളിറ്റി ആയാലും എല്ലാം ഇറ്റ്സ് നൈസ് ടു ലുക്ക് നൈസ് അല്ലേ, ഇറ്റ്സ് നൈസ് ടു ബി ഗുഡ്, ഇറ്റ് ഇസ് നൈസ് ടു ഡ്രസ് നൈസ്ലി, ഇറ്റ് ഈസ് നൈസ്. അല്ല കാണുമ്പം തന്നെ ഒരു സന്തോഷം. മാമിൻ്റെ സാരി സൂപ്പർ, ദ വേ ഷീ സേസ് ഇറ്റ്സ് എലഗൻറ്റ്, വെരി എലഗൻറ്റ്. എൻ്റെ കണ്ണ് ആദ്യം വന്നത് മാമില. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ സോ. ഐ എം നോട്ട് സെയിം ബാക്കി മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പെട്ടെന്ന് എൻ്റെ കണ്ണ് എത്രയും ദൂരം പെട്ടെന്ന് എൻ്റെ കണ്ണ് വീണത് അവിടെയാണ്. സി people love to see such things. നമ്മുടെ eyes will always be looking for such things. And ഭയങ്കര and she keeps on smiling. ഇതിനകത്ത് സ്മൈലിംഗ് ഒരുപാട് പേരുണ്ട്, പക്ഷേ എൻ്റെ കണ്ണ് ആദ്യം വീണ് കാര്യം പറഞ്ഞു. അപ്പം നമുക്ക് ഇത് ഇറ്റ്സ് വിത്ത് എവ്രി വൺ. And you feel good.
സോ നമ്മൾ അങ്ങനെ ഒരുങ്ങി നന്നായിട്ട് ഒന്ന് ചിരിക്കാനൊക്കെ അറിയുന്നവരായി തീർന്നു കഴിഞ്ഞാൽ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം തോന്നും. ചിലപ്പം കരഞ്ഞിരിക്കുന്നവരായിരിക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ആ കരഞ്ഞിരിക്കുന്നവരുടെ നമ്മളുടെ അപ്പിയറൻസും നമ്മളുടെ ആ വാക്കും ഒക്കെ കാണുമ്പോൾ അവർക്കും ചിലപ്പം തോന്നും, ഞാനും മാറാൻ പോവാം, ഞാനും ഇങ്ങനെ ആയിത്തീരാൻ പോവാം, ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. നമ്മൾക്കും തോന്നും. സോ യു ക്യാൻ ബി ആൻ ഇൻഫ്ലുവൻസ് ടു അതർ പീപ്പിൾ. നമ്മൾ പോലും അറിയത്തില്ല. ഒരുപാട് പേർക്ക് നമ്മളെപ്പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കൊക്കെ കിട്ടിയേക്കുന്ന സ്ഥാനങ്ങൾ, നമുക്ക് കിട്ടിയേക്കുന്ന പൊസിഷൻസ്, നമുക്ക് കിട്ടിയേക്കുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ദേ വെയിറ്റ് ടു ഗ്രാബ് സച്ച് തിങ്സ്. അപ്പോഴാണ് നമ്മൾ ഉള്ള ലൈഫിനെ കൊണ്ട് ചുമ്മാ ഒരുമാതിരി പരിഹസിച്ച് കളിയാക്കി എന്തേലും ആട്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ബിക്കോസ് വി ഹാവ് തിങ്സ് ഇൻ അവർ ഹാൻഡ്. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് ദിസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ കയ്യിലുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കത്തില്ല. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി, ചെറിയ നന്മകൾ ആസ്വദിച്ച് നമ്മൾ അത് എനിക്ക് വാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നോ അന്ന് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കയറും. സോ ബി വിമൻ ഓഫ് സബ്സ്റ്റൻസ്. സോ വിമൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാ? യു ഷുഡ് ബി കോൺഫിഡൻറ്റ്, യു ഷുഡ് നോ യുവർ ജേർണി, യു ഷുഡ് ബി ഫിയർലെസ്, യു ഷുഡ് ബി വെരി ലവിങ്, ബി നൈസ് പീപ്പിൾ, ബി കൈൻഡ് പീപ്പിൾ, ബി ഗുഡ് പീപ്പിൾ. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവരായി തീരുക. ഗെറ്റ് ഇറ്റ്? സോ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇടയിലൊക്കെ ഇഫ് യു ഹാവ് ഇഷ്യൂസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. ഹാവ് ദ ഗട്ട്സ് ആൻഡ് ഹാവ് ദ ബോൾസ് ടു സേ യെസ്, ഐ ഹാവ് എൻ ഇഷ്യൂ വിത്ത് യു. ഇപ്പം എനിക്ക് ഒരാളോട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയോട് ഇപ്പോൾ ഇഫ് ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് യു, I have to have the guts to come and tell you that എനിക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. Find solutions, deal with it. ആ കോൺഫ്ലിക്ട്സ് ഒക്കെ മാറ്റുക. ബിക്കോസ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥാപനമാണ്. നമ്മളെ വീട്ടിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലങ്ങളാണ് ഓഫീസ് എന്ന് പറയുന്നത്. ആ ഓഫീസിൽ നമുക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ, പീസ് കിട്ടിയില്ലെങ്കിൽ, സ്ട്രെസ്ഫുൾ ആയെങ്കിൽ നമ്മൾ ഹോൾ ബോഡി നമ്മുടെ വീക്കാവും. നമുക്ക് ഒരു കാലത്തും ലൈഫിൽ ഒരു ഹാപ്പിനെസ്സും കിട്ടത്തില്ല. ഈ സ്ട്രെസ്സും എല്ലാം കൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറ്റുക? ഇതിൻ്റെ ബാക്കിയാണ് അവിടെ നമ്മൾ തീർക്കുക. യെസ് ഓ നോ? വീട്ടിൽ നമ്മൾ ഓഫീസിൻ്റെ ബാക്കിയാണ് വീട്ടിലോട്ട് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ആൻഡ് വീട്ടിൽ യു ഹാവ് യുവർ ഫാമിലി ദേ ഹു ഇസ് ഓൾവേസ് ദേ വിത്ത് യു. നിങ്ങളുടെ ഇവിടുത്തെ സ്ട്രെസ് എല്ലാം അവിടെ ഡംപ് ചെയ്യും. സോ നിങ്ങളുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അത് ഏറ്റവും പ്ലസൻ്റ് ആക്കാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ജോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞ് ചിരിച്ച് ഹെൽപ്പ് ഈച്ച് അതർ. ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോണാണ് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോണാണ്. സോ നിങ്ങളത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാമെങ്കിൽ ആ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ഫേമായിട്ട് കയറി വരുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ എംപ്ലോയേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കമ്പനി. അതുകൊണ്ടാണ് കമ്പനീസ് വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് തന്നെ. സോ ഫസ്റ്റ് തിങ്, before I wind up, the first thing I want to make you all understand is that know your manual. നിങ്ങൾ നിങ്ങളുടെ മാനുവൽ എന്താണെന്ന് അറിയുക. ആസ് എ വുമൻ ഞാൻ എന്താണ്, സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, അതാദ്യം വ്യക്തമായിട്ട് അറിയുക. ആൻഡ് എവ്രിബഡീസ് ലൈഫ് ഈസ് ഡിഫറെൻറ്റ്. എല്ലാവരുടെയും യാത്ര ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ടു ഫൈറ്റ്. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുടെ ഉയർച്ച കണ്ട് എനിക്ക് അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട്? Because my journey is different. നമ്മളുടെ എല്ലാവരുടെയും ജേർണി ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ ഓരോരുത്തരുടെയും ജേർണി ഡിഫറെൻ്റ് ആണെങ്കിൽ ഡു യു ഹാവ് ടു ഫൈറ്റ് വിത്ത് ഈച്ച് അതർ? ഡു യു ഹാവ് ടു ഹാവ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഈച്ച് അതർ? നോ. You just have to look what is good for you, what is good for your company, how can I grow. അത് മാത്രം നോക്കുക. നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് മാത്രം നോക്കുക. മറ്റൊരാളുടെ ഗ്രോത്ത് കണ്ട്, മറ്റൊരാളുടെ ഉയർച്ച കണ്ട് അസൂയപ്പെടുകയോ ഈഗോ ഉണ്ടാക്കുകയോ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഈ ഒരു യാത്രയിൽ നിന്ന് പല വർഷങ്ങളായിട്ട് പല വേറെ ജേർണിയിലേക്കൊക്കെ പോകാനുള്ളവരാണ്. അല്ലാതെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു കൂട്ടം ആയുഷ്കാലം മുഴുവൻ ഇവിടെ നിൽക്കുമോ? ഇങ്ങനെ ഇല്ല. So the journey is different. ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. That is most important thing. Women understand this. Do not complicate your life.
ലൈഫ് സിമ്പിളാണ് ആക്ച്വലി. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ ഇവിടെ ഇട്ടുകൊണ്ട് ഓവർ തിങ്ക് ചെയ്ത് കച്ചടയാക്കി ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരു പരുവാക്കിക്കൊണ്ട് ജീവിക്കാൻ പോകും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യാൻ മേലാത്ത ചെയ്യാതിരിക്കുക. യെസ് പറയേണ്ട അടുത്ത് യെസ് പറയുക, നോ പറയേണ്ട അടുത്ത് നോ പറയുക. ബി നൈസ് പീപ്പിൾ, ബി കൈൻഡ് പീപ്പിൾ, ബി ഗുഡ് പീപ്പിൾ. ഡു തിങ്സ് ഗുഡ് ഫോർ your own people. Do good things for the society. Very important. മറ്റുള്ളവർക്കും നമുക്കും നന്മ വരുന്ന എന്തും ചെയ്യുക. നല്ല ആൾക്കാരായിട്ട് ജീവിക്കുക. ഒന്നും അമിതമാകാതിരിക്കുക. അമിതമായ, നമ്മൾ പറയത്തില്ല, അമിതമായ അമൃതവും വിഷമ. അത് സ്നേഹമായാൽ പോലും അമിതമായിട്ട്, ഒരുപാട് അമിതമായിട്ട് പിടിച്ച് സ്നേഹിക്കുക. ഡോണ്ട് ഡു ദാറ്റ്. എവിടെ എന്ത് കട്ട് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയണം. എവിടെ യെസ് പറയണമെന്നറിയണം, എവിടെ നോ പറയണമെന്നറിയണം, എവിടെ ന്യായത്തിന് നിൽക്കണമെന്നറിയണം, എവിടെ നീതിക്ക് നിൽക്കണമെന്നറിയണം. ഇതെല്ലാം അറിഞ്ഞ് കീപ് ലൈഫ് സിമ്പിൾ. ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ ഒരു പോയിന്റ് ഇവിടെ, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആകാൻ ആരും ശ്രമിക്കണ്ടയോ? ശ്രമിക്കണ്ട. നെവർ ട്രൈ ടു ബി പെർഫെക്റ്റ്, ബിക്കോസ് യു ക്യാൻ നെവർ ബി പെർഫെക്റ്റ്. പെർഫെക്റ്റ് ആയ ദൈവമായി പോകും. അതുകൊണ്ട് നമ്മളെ തന്നെ, നമ്മളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണെന്ന് ആരും വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിൽ ഞാൻ പോയാൽ വീട് തലയും കുത്തി പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓഫീസിൽ നിന്ന് നമ്മൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് പോകത്തില്ല, അടുത്ത ആൾ റീപ്ലേസ്ഡ് ആവും. സോ ലേഡീസ്, റിമെമ്പർ ടു ലിവ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾ മറക്കരുത്. വർക്കും പ്ലഷറും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഒരു മാസം വർക്ക് ചെയ്താൽ 10 ദിവസം ഔട്ടാണ്. എവിടെയെങ്കിലും കറങ്ങാൻ പോകും, എവിടെയെങ്കിലും. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഐ ഹാഡ് യുവർ കലീഗ്സ് ഇൻ മൈ കാർ ആൻഡ് ഐ വാസ് ലൈക്ക് ഷിറ്റ്, ഐ ഹാഡ് മൈ കാർ ബിക്കോസ് മൈ കാർ ഇസ് ഇൻ എ മെസ്. അകം മുഴുവൻ പൊടിയും കച്ചട എൻ്റെ വണ്ടിക്കകത്ത് മുഴുവൻ. എൻ്റെ വണ്ടി കഴുകിയിട്ട് ആഴ്ച 1-2 കാരണം വി വർ ഓൾ ഔട്ട് റോമിങ്ങിലായിരുന്നു. മുഴുവൻ കച്ചട എൻ്റെ വണ്ടിക്കകത്ത്. ഇറ്റ്സ് ഓക്കെ. ഞാൻ അവരോട് പറഞ്ഞതേ വണ്ടിക്കകത്ത് കച്ചടയായിരുന്നു, ഞങ്ങൾ യാത്രയിലായിരുന്നു. പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അല്ല ഞാനത് പെർഫെക്റ്റ് ആക്കാനോ നീ കഴുകി വെച്ച ആൾക്കാരെന്ത്, ഞാൻ ഐ ഡിഡ്ന്റ് ഈവൻ ബോദർ ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഐ വാസ് ബിസി. ഐ കെയിം, ഞാൻ വന്നു, ഐ ഹാഡ് മൈ സെൻറ്റർ, ഐ ഹാഡ് കൗൺസിലിംഗ്, ഐ ഹാഡ് ലോട്ട് ഓഫ് സ്റ്റഫ് ദാറ്റ് ഐ ഹാഡ് ടു ഡു. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കിതൊന്നും ചെയ്യാൻ നേരം കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ. ഹൂ കെയർസ്? ഇറ്റ്സ് ഓക്കെ. സമയം കിട്ടുമ്പം ചെയ്യുക. ഹൂ കെയർസ്? സോ ലൈഫിനെ ഒരുപാട് പെർഫെക്റ്റ് ആക്കി അങ്ങ് വലിയ ഭാരമാക്കി കൊണ്ട് നടക്കരുത്. കീപ് ലൈഫ് സിമ്പിൾ. ലൈഫ് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഡു നോട്ട് കോംപ്ലിക്കേറ്റ് ലൈഫ്. കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഗെറ്റ് ഇറ്റ് ലേഡീസ്? സോ ദിസ് ഈസ് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിൽ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിനകത്ത്. ഇത് ഒത്തിരി ഉണ്ട് പറയാൻ, ഇപ്പം അങ്ങ് തീരത്തില്ല, ഒത്തിരി ഉണ്ട്. പക്ഷേ ഐ എം ജസ്റ്റ് ഗിവിംഗ് ഇറ്റ് യു ഇൻ എ ക്യാപ്സ്യൂൾ ഫോം. അല്ലെങ്കിൽ ഇവിടെ പലരും ഉറങ്ങി വീഴും. ഐ ക്യാൻ സീ ഫേസസ്. അപ്പം സോ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫസ്റ്റ് വിത്തിൻ അസ്. നമ്മുടെ വീട്ടിലാണ് ആദ്യം വിമൻ എംപവർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടീച്ച് യുവർ സൺസ് ടു റെസ്പെക്ട് വിമൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ടീച്ച് യുവർ സൺസ് ടു റെസ്പെക്ട് വിമൻ സോ ദാറ്റ് ദ നെക്സ്റ്റ് ജനറേഷൻ ഗെറ്റ് എംപവേർഡ്. ആണുങ്ങളെ, കൊച്ചു കുട്ടികളെ, വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറയാം, ആൺകൊച്ചായാലും പെൺകൊച്ചായാലും വീടും നാടും ഒരേപോലെ നോക്കാൻ അറിയണം. ആൺകൊച്ചായാലും പെൺകൊച്ചായാലും മോളായാലും മോനായാലും വീട്ടിലെ കാര്യവും ചെയ്ത് പഠിപ്പിക്കണം, പുറത്തെ കാര്യവും ചെയ്ത് പഠിപ്പിക്കണം. രണ്ടുപേരെ അവരുടെ കാലേ നിർത്തണം. ഐ ലവ് ലിസ്ണിംഗ് ടു സുധാമൂർത്തീസ് സ്പീച്ചസ്. സുധാമൂർത്തിയുടെ സ്പീച്ച് കേൾക്കാൻ സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടം എനിക്കത് കേൾക്കാനായിട്ട്. അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഒരു പ്രാവശ്യം ഐ ഹേർഡ് എ സേയിങ് വിച്ച് ഐ ലവ്ഡ്. ഷീ സെഡ് വിമൻ അല്ലെങ്കിൽ ഗേൾസ് ഇൻഡിപെൻഡൻ്റ് ആയതല്ല പ്രശ്നം. ഇപ്പം എല്ലാവരും പറയും പെൺപിള്ളേർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, അതാണ് സൊസൈറ്റിയുടെ പ്രശ്നം. അതല്ല പ്രശ്നം. പ്രശ്നം ഈസ് ബോയ്സ് ആർ സ്റ്റിൽ ഡിപ്പെൻഡൻറ്റ്. അതാണ് പ്രശ്നം. ഐ ലവ് ദ വേ ഷീ സെഡ് ദാറ്റ്. സത്യമല്ലേ? ഒരു ആൺകുട്ടി എന്താ ചെയ്യുന്നത്? സ്വന്തം അണ്ടർവെയർ പോലും കഴുകിടുവോ? എത്ര പേർക്ക് പറയാൻ പറ്റും ഈ വീട്ടിലെ വീട്ടിലെ സ്വന്തം അണ്ടർവെയർ കഴുകുന്ന കണ്ടിട്ടുണ്ടെന്ന്? ചെയ്യുന്നവരുണ്ടില്ല എന്നെല്ലാം പറയുന്നത്, പക്ഷേ അത് വളരെ ഫ്യൂവാ. എടുത്തിട്ടും ഒന്നെങ്കിൽ അമ്മ കഴുകും, ഭാര്യ കഴുകും, ഇല്ല അനിയത്തി കഴുകും. ഇറ്റ്സ് ജസ്റ്റ് ത്രോൺ. സോ ഇറ്റ് ഈസ് നോട്ട് that
the issue is not that girls have become independent. The issue is boys are still dependent. അതാണ് ഇഷ്യൂ. സോ മേക്ക് യുവർ ബോയ്സ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അവരിപ്പോഴും 18th century 19th century കിടക്കുക. ഗേൾസ് മുന്നോട്ട് വന്നു കഴിഞ്ഞു. സോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ ആദ്യം ബോയ്സിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പഠിപ്പിക്കുക. ടീച്ച് ദെം. നമ്മളെല്ലാം ചെയ്ത് കൊടുത്തല്ല പഠിപ്പിക്കണ്ടേ, അവർ ചെയ്താലേ പഠിക്കുകയുള്ളൂ. So make your boys do things, make your girls do things, teach them how to manage a house. വീട് മാനേജ് ചെയ്യാൻ ഒക്കാത്ത എങ്ങനെ നാട് മാനേജ് ചെയ്യാൻ പോകുന്നത്? വീട് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വീട് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക. ജീവിക്കാൻ പഠിപ്പിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. Get it? So this is where empowerment starts. Empowerment starts at home. Very important. Learn to say yes when you have to say yes. Learn to say no when you have to say no. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? Wisdom. Wisdom, you get wisdom from your life's experience and you get wisdom from others' lives' lessons. മറ്റുള്ളവരുടെ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. You can get your own experiences. And women support each other because life of a woman is not easy compared to men. It is never easy. അതിന് നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യാതിരിക്കുക. വിമൻ ഷുഡ് നോട്ട് ഫൈറ്റ് വിത്ത് ഈച്ച് അതർ. നിങ്ങൾ നിങ്ങളുടേതായ ശത്രുക്കളായി തീരാതിരിക്കുക. ഒരാൾ നല്ലത് ചെയ്യുന്ന കണ്ടാൽ നല്ലതാണെന്ന് ഉള്ളും കൊണ്ട് പറയാൻ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മറ്റൊരാളുടെ കുറ്റങ്ങൾ പരസ്പരം സംസാരിക്കാതിരിക്കുക. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന് ഓർത്തോണം. അതുകൊണ്ട് തന്നെ വേറൊരാൾ ചെയ്യുന്ന കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതിരിക്കുക. അതൊരു ക്വാളിറ്റിയാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ബ്ലോ ഔട്ട് ചെയ്ത് വലുതാക്കി കാണിക്കുന്ന അല്ല ക്വാളിറ്റി. ക്വാളിറ്റി ഓഫ് എ വുമൻ, സബ്സ്റ്റൻസ്, വുമൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. ബി ഗുഡ് വിമൻ. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ തിങ്സ്. മറ്റൊരാളുടെ കുറ്റം കണ്ടാൽ ക്ഷമിക്കാൻ പഠിക്കുക. ഇറ്റ്സ് ഓക്കെ. ആരാ ഇത്ര വലിയ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ? നമുക്കൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പഠിക്കുക. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഒരാളുടെ കണ്ണുനീര് കണ്ടാൽ ഒന്ന് ആസ്ക് ദ പേഴ്സൺ എന്ത് പറ്റി. പക്ഷെ ആസ്ക് ചെയ്തിട്ട് ഇന്ന ആൾക്കിൻ്റെ സങ്കടം ഉണ്ടെന്ന് അടുത്ത ആളടുത്ത് പോയി പറയാതിരിക്കുക. ഓക്കെ, സോ വെനെവർ യു ക്യാൻ ഹെൽപ്പ് പീപ്പിൾ, ഹെൽപ്പ് പീപ്പിൾ. ദിസ് ഈസ് വാട്ട് വിമൻ എംപവർമെൻറ്റ് ഇസ്. അല്ലാതെ ഞാനാണ് വലിയ, വിമനാണ് വലുതെന്ന് പറഞ്ഞ് ഇംഗ്ലാബ് പഠിക്കുന്ന അല്ല വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് ഇസ് ബിക്കമിങ് എ വുമൻ ഓഫ് സബ്സ്റ്റൻസ്. Becoming a woman of substance is very important. That is women empowerment. Helping each other. Building people. Building up people. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ആൾക്കാർ വളരുന്ന കാണുമ്പോൾ സന്തോഷിക്കണം. അല്ലാതെ അവർ വളർന്ന് എനിക്ക് എന്നാ വളർച്ച ഇല്ലാത്തെന്ന് ഓർത്തിരിക്കരുത്. നമുക്കൊക്കെ ടൈമിൽ, നമുക്കെല്ലാവർക്കും ഒരു ടൈമുണ്ട് വളരാൻ. പ്രൊവൈഡഡ് യു ആക്റ്റീവ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ് ലേണിംഗ്. എല്ലാ ദിവസവും ചെയ്യുക. പഠിക്കാനുള്ളത് പഠിക്കുക. പഠിക്കുക എന്ന് പറയുമ്പോൾ ഐ ഡു നോട്ട് മീൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ എന്താ പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല. വെൻ ഐ സേ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നല്ല ഹ്യൂമൻ ബീങ് ആകാൻ എഡ്യൂക്കേറ്റ് ചെയ്യുക. മൈൻഡ് ക്ലിയർ ആകാൻ എഡ്യൂക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലേഡീസ്, ദിസ് ഈസ് വാട്ട് ഹ്യൂമൻ എംപവർമെൻറ്റ് ഈസ് ഓൾ അബൌട്ട്. ആൻഡ് ഐ ട്രൂലി ഹോപ്പ് ദാറ്റ് somebody or the other here has gotten something into their heads. I changed. I was never like this. I had hell in my life and I became like this, walking on thorns, swimming through the high tides. I had to really walk through flame to become something like this. It was never easy. ഒന്നും ഈസി ആയിട്ട് കിട്ടത്തില്ല. അതെപ്പോഴും ഓർത്തു. It takes time, but do not quit. Do not quit. Every day be a learner. നല്ലത് പഠിക്കുക. ബി ഗുഡ് ലേണേഴ്സ്. ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാൻ ഓർത്തോണം. ഒരു 3 മാസമെങ്കിലും എടുക്കും ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ. ദാറ്റ് ഈസ് ജനറൽ സൈക്കോളജി. അതുകൊണ്ട് ഒരാഴ്ച ഞാൻ നല്ലത് ചെയ്തിട്ട് ഞാൻ പിന്നെയും പഴയതുപോലെ ആവുന്നു എന്ന് പറഞ്ഞ് ആരും ക്വിറ്റ് ചെയ്യരുത്. ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 3 months എടുക്കും നമ്മുടെ ഓരോ സ്വഭാവം മാറാൻ. 3 മാസത്തോളം എടുക്കും. ബട്ട് ഡു ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി. ഓക്കെ, സോ ബിഫോർ മാം എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഐ സ്റ്റോപ്പ് മൈ മെസ്സേജ്. സോ താങ്ക് യു ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. താങ്ക് യു ലേഡീസ്, ജെന്റിൽമെൻ ആർ ദേർ. Okay, thank you so much. Thank you, ma'am. Thank you for your motivating speech and making us to think bold. So we have the session, which is screen online. So we have a few questions, ma'am.
take up the questions? Yeah. So we have like how to improve our confidence and stop overthinking. I think I've already spoken on how to improve confidence. Confidence, I've already told how to improve confidence. Overthinking. Overthinking is something that many people do. ചുമ്മാ ഇരുന്ന് ആലോചിക്കും. One of the main reason of overthinking is because they have nothing else to do. Simple as that. ഒരുപാട് സമയമുള്ളതുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓഫീസിലൊക്കെ വന്നിരിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കാൻ പോകാറുണ്ടോ? വീട്ടിലെ കാര്യമോ, നാളെ എന്ത് കുക്ക് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാണെന്നോ, കണ്ണുനീരാണെന്നോ, ആരെങ്കിലും ജോലിക്കിടയിൽ ആലോചിക്കാറുണ്ടോ? വൈ? ബിക്കോസ് യു ആർ occupied, അല്ലേ? സോ ഓവർ തിങ്കിങ് ഈസ് ലൈക്ക് വെൻ യു ഹാവ് നത്തിങ് ടു ഡു യു ഓവർ തിങ്ക്. സോ അപ്പം ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ എന്താ? കീപ് യുവർ സെൽഫ് എൻഗേജ്ഡ്. കീപ് യുവർ സെൽഫ് എൻഗേജ്ഡ്. ഒന്ന്, ക്രിയേറ്റീവായിട്ട് ലൈഫിൽ എന്തെങ്കിലും ചെയ്യുക. ഡു സംതിങ് ക്രിയേറ്റീവ് ഇൻ ലൈഫ്. Your life is not just going for work, coming home and finishing your homeworks. Allah, that is not what life is. That is something that you have to do on a regular basis because you need to live your life and you need to make money. Paisa illa jeevikan okilla. So you have to have money. So for that you go for work. But see, like for people like me, now I have chosen my passion. I've made my passion into work. So I enjoy doing my passion. It's all on one platform. But for many out here, you come for work because you need money. Yes or no? Yeah. This is not your passion. This is not what your passion is. Yeah? So, to stop overthinking, start doing something that you like to do in life, apart from work. You cannot undo your past. Adu eppoഴും ഓർത്തോണം. പുറകോട്ടുള്ള കാര്യം നമുക്ക് undo ചെയ്യാൻ. You cannot undo your past. Whatever has happened. You cannot change it. Your future, you do not know your future. It's a complete mystery. So when you cannot undo your past, and when you do not know what your future is, what do you have in hand? It's just this day, this one present day is what you have in hand. So whatever you're thinking will not give you a solution, because when you think on the problemത്തെ overthink ചെയ്തിരുന്നാൽ you will start seeing problems again and again. You will only see problems. But when you get this problem into your head, the first thing you have to think is, how am I going to solve it? Solution. Seek solutions. That is what is very important. Now, but still, ഇതൊക്കെ പറയുമ്പോഴും തിങ്ക് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എങ്കിലും കിട്ടിയാൽ തിങ്ക് ചെയ്തിരിക്കും. So what you have to do is, ആ ഒരു ഫ്രീ ടൈം കിട്ടുന്നു എന്ന് കാണുമ്പം തന്നെ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ ഇതിന് മെഡിസിൻ ഇല്ല. ദർ ഈസ് നോ ക്യാപ്സ്യൂൾസ് ഫോർ ദിസ്. യു ഹാവ് ടു പേർപ്പസ്ലി ഡു സർട്ടൻ തിങ്സ് നോട്ട് ടു ഓവർ തിങ്ക്. യെസ് ഓർ നോ? ആൻഡ് ദ ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ്, വെൻ യു ഫീൽ ദാറ്റ് ദിസ് ഈസ് കമ്മിങ് അപ്പ്, നിങ്ങൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം അതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യു ആർ നോട്ട് അവിടെ തിങ്ക് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇല്ല. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് sweat yourself എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേ എഴുന്നേൽക്കുക. go for a walk, go to a gym, do something, sweat that negative energy out of you. Get it? Sweat that negative energy out of you. പിന്നെ ഇതൊന്നും ഒക്കത്തില്ല, ഞാൻ പിന്നെയും ഓവർ തിങ്ക് ചെയ്തിരിക്കും എന്ന് നിർബന്ധം പിടിക്കുന്നവർ ഓവർ തിങ്ക് ചെയ്തിരിക്കും. ബട്ട് ഇതിൽ നിന്ന് പുറത്ത് വരണം എന്ന് ആരാ ആഗ്രഹിക്കുന്നു, അതിന് പുറത്ത് വരണമെങ്കിൽ ദീസ് ആർ സർട്ടൻ തിങ്സ് യു ഹാവ് ടു പേർപ്പസ്ലി ഡു. പേർപ്പസ്ലി ചെയ്താൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക. ദറ്റ് ഐ ഹാവ് ദിസ് ഇഷ്യൂ ഓഫ് ഓവർ തിങ്കിങ്. ഞാൻ ഓവർ തിങ്ക് ചെയ്തിരിക്കും. സോ ഡിസൈഡ് ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു ഓവർ തിങ്ക് ഹിയർ ആഫ്റ്റർ. ഇനി ഞാൻ ഓവർ തിങ്ക് ഇരിക്കത്തില്ല എന്ന് യു ഡിസൈഡ്. എന്നിട്ട് നിങ്ങൾക്കിത് വരുന്നു എന്ന് കാണുമ്പം സ്വെറ്റ് ഇറ്റ് ഔട്ട്. ഐ ലിറ്ററലി മീൻ സ്വെറ്റ് ഇറ്റ് ഔട്ട്. ആ നെഗറ്റീവ് എനർജി വേർത്ത് കളയുക. വിച്ച് മീൻസ് യു ഈദർ ഗോ ടു ദ ജിം or you go for a walk, go for a jog, do something so that you sweat it out and that movement changes. നിങ്ങൾ ആ ഇരുന്ന് പോകുമ്പോഴാണ് അത് ഓവർ തിങ്ക് ആയിട്ട് പോകുന്നത്. ഇരുന്ന് പോകാതെ എഴുന്നേറ്റുക, ആ മൂവ്മെൻറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. This is the only thing you can do. There are no capsules for this. ഓവർ തിങ്ക് ചെയ്യുന്നതിന് ക്യാപ്സ്യൂൾസ് ഇല്ല. നിങ്ങൾ പേർപ്പസ്ലി മനഃപൂർവ്വമായിട്ട് എഴുന്നേറ്റ് ആക്ഷൻ എടുത്താൽ മാത്രമേ ആ ഒരു പോയിന്റ് ബ്രേക്ക് ആവുള്ളൂ.
ആ പോയിന്റ് ബ്രേക്ക് ആവുന്ന വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സ്വെറ്റ് ഇറ്റ് ഔട്ട്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, ഇമോഷണലി ഡോണ്ട് ഡീൽ വിത്ത് തിങ്സ് ഇമോഷണലി. നമ്മൾ ഇമോഷണൽ ബീയിങ്സ് ആണെന്ന് പറയുമ്പോഴും ഡു നോട്ട് ഡീൽ വിത്ത് തിങ്സ് ഇമോഷണലി. കീപ് യുവർ ഇമോഷൻസ് എ ബിറ്റ് aside when it comes to real life. പ്രാക്ടിക്കൽ ലിവിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ട് ചിന്തിച്ച് അതും ഫൈൻഡ് സൊല്യൂഷൻസ്. യൂസ് യുവർ ബ്രെയിൻസ് മോർ ദാൻ യുവർ ഇമോഷൻസ്. ഇവിടെ ദിസ് ഈസ് ഹൗ യു ക്യാൻ കം ഔട്ട് ഓഫ് ഓവർ തിങ്കിങ്. യൂസ് യുവർ ബ്രെയിൻസ് മോർ ദാൻ യുവർ ഇമോഷൻസ്. സീക്ക് സൊല്യൂഷൻസ്. ഡോണ്ട് ജസ്റ്റ് ഫീൽ പിറ്റി. ചിലവരുണ്ട്, അയ്യോ ഞാൻ പാവം, എനിക്കെന്താ ഇങ്ങനെ, ഞാൻ പാവം, കണ്ണാടി നോക്കിയിട്ടിരുന്ന് കരയും. കണ്ണാടി നോക്കുമ്പോൾ അവരുടെ തന്നെ കണ്ണുനീര് കാണും, അവർക്ക് അവരോട് തന്നെ സഹതാപം തോന്നും. ഇമോഷൻസാണ് ബൈ ബിഗ് ഡ്രാമാസ്. ഐ കോൾ ദം ഡ്രാമ ക്വീൻ. എനിക്ക് അവരുടെ സങ്കടം തോന്നാഞ്ഞിട്ടല്ല, ബട്ട് ഐ കോൾ ദം ഡ്രാമ ക്വീൻ ബിക്കോസ് ദിസ് ഇസ് ഓൾ ഡ്രാമാസ്. കം ഓൺ ഗൈസ്, കം ഔട്ട് ഓഫ് യുവർ പ്രോബ്ലം. യു നീഡ് സൊല്യൂഷൻസ്, not emotions working there. So don't become drama queens. Seek solutions. Be practical in life. You cannot undo your past. പുറകോട്ടുള്ളത് അൺഡു ചെയ്യാൻ ഒക്കത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അത് തിരുത്താൻ പോലും ഒക്കത്തില്ല. ചിലപ്പോൾ ഞാനും ഒക്കെ വിചാരിച്ചിട്ടുണ്ട്, ആ പോയിന്റ് എനിക്ക് ഒന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ലൈഫ് ഒന്ന് തിരിച്ചേനെന്ന്. ഒന്നും നടക്കത്തില്ല. ആ പോയിന്റ് അതങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ലൈഫിൽ ഇവിടെ എത്തത്തില്ല. ആ പോയിന്റ്സ്, നമുക്ക് പുറകോട്ടുള്ള പോയിന്റ്സ്, ആ വേദനകൾ, ഞാൻ പറഞ്ഞില്ലേ, ഐ ഹാവ് ഹാഡ് ഹെൽ ഇൻ മൈ ലൈഫ്. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഐ ഹാവ് walked on thorns in my life. It was not because I didn't come from financial background, ഒരു ബാഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒന്നുമല്ല ഞാൻ. എന്നിട്ടും I had to walk on thorns in my personal life. അതെല്ലാം ഓർത്ത് ഞാൻ ഇന്ന് കരയുകയല്ല ചെയ്തത്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അതെൻ്റെ പാഠങ്ങളാക്കി. Whatever I faced in life, I made those my basement. എൻ്റെ ഓരോ തോണും ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ എടുത്തു. ആൻഡ് ഐ വാക്ക്ഡ് ഓൺ ദോസ് ലെസൺസ്. ഞാൻ എന്താ പഠിച്ചു, എനിക്കൊരു വേദന വന്നപ്പോൾ ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ പഠിച്ചതിൻ്റെ പുറത്ത് ഐ സ്റ്റാർട്ടഡ് ബിൽഡിങ്. ദാറ്റ് ഈസ് ഹൗ യു ഡെവലപ്പ്. ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. ഐ എം ടെല്ലിങ് യു, ദിസ് ടേക്സ് ടൈം. സമയമെടുക്കും. പക്ഷെ സമയമെടുത്താലും നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളുടെ പുറത്ത് നിങ്ങൾ ചവിട്ടിയാലേ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുകയുള്ളൂ. അതിൽ കരഞ്ഞ് അയ്യോ പാവം ഞാനെന്നും പറഞ്ഞ് കണ്ണാടി നോക്കി കരഞ്ഞ് ഏതെങ്കിലും കട്ടിലിൻ്റെ മൂലയ്ക്ക് പോയി ഇരുന്നാൽ നിങ്ങൾ ഒരു കാലത്തും അതിന് പുറത്ത് വരത്തില്ല. സോ ഇറ്റ് ഈസ് യുവർ ഡിസയർ ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട്. ഇറ്റ് ഈസ് വാട്ട് യു വോണ്ട് ഇൻ ദ ഇൻസൈഡ് ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട് ടു കം ഔട്ട് ഓഫ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഈസ് നെവർ എ സൊല്യൂഷൻ. നിങ്ങളെ ഡിപ്രഷനിലേക്ക് ആക്കും, നിങ്ങളുടെ ബോഡി വീക്ക് ആക്കും. അത് മാത്രമേ ഓവർ തിങ്കിങ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ വൺ തിങ്. സ്വെറ്റ് ഇറ്റ് ഔട്ട്. ബ്രേക്ക് ദാറ്റ് പോയിന്റ് ഓഫ് ഓവർ തിങ്കിങ്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു cannot undo the past. You do not know the future. Future is a mystery. So the only thing you have is today. So enjoy your day. Find solutions for your issues instead of sitting and overthinking. That's the only thing. How can working mothers prioritize self-love and cultivate self-respect amidst the demand of career, family, personal life and well-being? I think this is also covered. The point in covered and actually. Always remember, you cannot be something that you are not. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ആകാൻ ഒക്കത്തില്ല. ഓക്കെ, അതാദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് ഓർത്തോണം. ഇഫ് ഐ ആം എ ഹാപ്പി പേഴ്സൺ ഇൻ ദ ഇൻസൈഡ്, ഐ വിൽ ഡിസ്പ്ലേ ദ ഹാപ്പിനെസ് ഇൻ മൈ ഓഫീസ് ആൻഡ് അറ്റ് ഹോം. യെസ് ഓർ നോ? യെസ്. So when you want, if you want to take both your office and your home side by side, doing all the given responsibilities എല്ലാം ചെയ്ത് പോകണമെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് that your inside should be well, which means if you are somewhere like if you are not a happy person, you have to see that you become a happy person. And tell me one thing, how can you become a happy person? How many of you know that? How can you become a happy person? You make me happy, I become happy? I know. How can finding happiness in small things? Yes. But basic at how can I become a happy person? Don't depend on others to make you happy. ഒന്ന് ചിരിച്ചാൽ കിട്ടുന്നതാണ് ഹാപ്പിനെസ്. യു ഹാവ് ടു സ്മൈൽ. ഒന്ന് ചിരിച്ചു കഴിയുമ്പോഴത്തേക്കിന് യുവർ ഹോർമോൺസ് ഗെറ്റ് എലിവേറ്റഡ്. ഹാപ്പി ഹോർമോൺസ് എല്ലാം ഡാൻസ് കളിക്കാൻ തുടങ്ങും ഒന്ന് ചിരിച്ചാൽ.
So you have to learn to enjoy solitude. ഒറ്റയ്ക്ക് ഇരുന്നാലും ഹാപ്പി ആയിട്ട്, എനിക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. I love being alone at home. I can sit alone at home for days like that. ഒന്നും ചെയ്യാതിരിക്കാൻ, ചുമ്മാ ടി വിയും കണ്ടിരിക്കും ഞാൻ. ഒരുപാടുണ്ട്. അവസാനം അങ്ങനെ ഇരിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇരിക്കാറുണ്ട്. ഒന്നും ചെയ്യാതെ 2 ദിവസം ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കാറുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ ഓർക്കും, കർത്താവ് എന്താ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നത്, ചുമ്മാ വീട്ടിൽ ഇരുന്ന് സമയം കളയാന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി വെളിയിലോട്ട് ഇറങ്ങും. So happiness is something that comes from within. That I have issues. എനിക്ക് ഇപ്പോഴും ലൈഫിൽ ഇഷ്യൂസ് ഉണ്ട്. It's not that I don't have issues, but who cares? ഇഷ്യൂസിനെ വരുമ്പോൾ ഇഷ്യൂസിൻ്റെ കണ്ണിൽ നോക്കി പറയും, കമാൻ മാൻ, ട്രൈ മീ എന്ന് ചോദിക്കണം. പ്രോബ്ലംസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ലുക്ക് ഇൻ ടു ഇറ്റ്സ് ഐസ് ആൻഡ് സേ ട്രൈ മീ, ട്രൈ മീ. അപ്പം തന്നെ പ്രോബ്ലം ആ വഴിക്ക് വിട്ടു പോകുന്ന നമുക്ക് കാണാൻ നോക്കും. സൊല്യൂഷൻസ് നമ്മുടെ മുന്നിൽ വരുന്ന കാണാൻ നോക്കും. ലൈഫിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന പറയുന്നത്. സോ ഹാപ്പിനെസ് ഈസ് സംതിങ് ദാറ്റ് കംസ് വിത്തിൻ us automatically. Now when you have this happiness inside you automatically, നമുക്ക് വീടും വർക്ക് പ്ലേസും നമുക്ക് രണ്ടും ഹാപ്പി ആയിട്ട് നമുക്ക് വെക്കാൻ നോക്കും. സ്ട്രെസ്സ് കുറയും നമ്മൾ ഹാപ്പിനെസ് കൂടുതൽ നമ്മുടെ ലൈഫിൽ എടുത്താൽ. നമ്മൾ ഓഫീസിൻ്റെ വർക്ക് ചെയ്യുമ്പം പോലും ടൈം ലിമിറ്റ്സ് കാണും, ടാർഗറ്റ്സ് കാണും. ഇതൊക്കെ കാണുമ്പോൾ പോലും ഇതൊക്കെ വലിയൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞ് TARGET ടാർഗറ്റ് എന്ന് പറഞ്ഞ് വലിയൊരു ഹെഡ്ലൈൻ മുന്നിൽ അത് കൊണ്ടുവരാതിരിക്കുക. ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ടാർഗറ്റ്, ഡെഡ് ലൈൻ, ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഇതിനെ വലിയൊരു ബോൾഡ് ലെറ്റേഴ്സിൽ മുന്നിൽ കാണാതിരിക്കുക. You just do your work properly, you will reach your targets. If you cannot reach your target, if you cannot keep a deadline, talk to your superiors that I cannot do it. Instead of stressing out, ഈ സ്ട്രെസ്സെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇത് instead of stressing out, talk to your superiors, tell them that you cannot keep it. They will help you. If they are leaders, they will help you. So ഈ വലിയ ഹെഡ്ലൈൻസ് ഒന്നും കൊണ്ടുവരാതെ എന്നും ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഉഴപ്പാതെ, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ, നാളത്തേക്ക് വെക്കാതെ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അന്നന്ന് ചെയ്ത് തീർക്കുക. യു വിൽ റീച്ച് യുവർ ടാർഗറ്റ്സ് ആൻഡ് യുവർ ഡെഡ് ലൈൻസ്. ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അത് നടന്നില്ല എന്ന് വരുമ്പം ടെൽ യുവർ സുപ്പീരിയേഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. യു ഹാവ് എ റീസൺ. യു ക്യാൻ, നമുക്ക് എന്നിട്ട് പറയാനൊക്കെ ഐ ഡിഡ് ദിസ് ബട്ട് ഐ couldn't achieve it. Fair enough, fair deals. But keep yourself happy. Happiness is just a state of mind എന്ന് ആദ്യം മനസ്സിലാക്കുക. It is only a state of mind. ഇവിടെ കിടക്കുന്നൊരു കാര്യം. Don't expect people to keep you happy. മറ്റുള്ളവർ എന്നെ ഹാപ്പി ആയിട്ട് വെക്കട്ടെ എന്ന് വിചാരിക്കേണ്ട. അത് വീട്ടിലായാലും നാട്ടിലായാലും എക്സ്പെക്റ്റേഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. ഞാനൊന്ന് ലൈഫിൽ I expect nothing from people. Not even my family members. I just do what I can. എൻ്റെ ലൈഫ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ലൈഫ് എൻ്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. എൻ്റെ പേഴ്സണൽ ലൈഫ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. I have to keep myself happy. That is my responsibility. I have to have enough finance, enough money with me. That is my responsibility. എൻ്റെ stomach fill ചെയ്യേണ്ടത് is my responsibility. Me helping people is my responsibility. So when you know what your responsibilities are, you take care of yourself, you become a happy person altogether. ഒന്നും ബേർഡൻ ആക്കി വെക്കണ്ട, ലൈഫ് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ. So when you are happy in the inside, your home and your office space automatically turns out to be happy because you are a solution seeker. You are never a complaint box. You become a solution seeker, never a complaint box. And do not take your office issues home. Very important. ഓഫീസിൽ ഇത് നടന്നു, അത് നടന്നു, അത് നടന്നു, ഇത് നടന്നു എന്ന് പറഞ്ഞ് പിള്ളേരുടെയും ഹസ്ബൻഡിനും തല തിന്നാതിരിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട്. ഇസാഫിൻ്റെ കാര്യങ്ങൾ ഇസാഫിൽ വെക്കുക, ഇസാഫിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുക. വീട്ടിൽ നിങ്ങളായി, നിങ്ങളുടെ ഫാമിലിയായി, കുട്ടികളായി, അതിനകത്ത് ഇഷ്യൂസ് വേറെയുണ്ട്. ഗെറ്റ് ഇറ്റ്? അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഇസാഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഞാനിപ്പോൾ ഇസാഫ് പറയുന്നത് ബിക്കോസ് യു ആർ ഇസാഫ്, അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓഫീസിലുള്ള ആൾക്കാർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഫാമിലി അല്ല, ദേ ആർ കലീഗ്സ് എന്ന് മനസ്സിലാക്കുക. ഓഫീസിൽ നിങ്ങളെല്ലാം കലീഗ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് ചിലർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി ഡെവലപ്പ് ചെയ്യും, പക്ഷേ അല്ല, ജനറലി ഞാൻ പറയുവാണ്, യു ഗൈസ് ആർ കലീഗ്സ്. സോ ഡു നോട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യം കൊണ്ട് കലീഗ്സിനോട് പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇടവരണ്ട. നിങ്ങൾ ഓഫീസിൽ വരുന്ന ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്, അവിടെ വർക്ക് ചെയ്യാനാണ്. ദ പേയ്മെൻറ്റ്സ് ആർ പെയ്ഡ് ഫോർ ദാറ്റ്, യുവർ സാലറി ഈസ് പെയ്ഡ് ഫോർ ദാറ്റ്. So see that you don't bring your office issues home and your home issues to the office.
വെരി ഇമ്പോർട്ടൻറ്റ്. കളീഗ്സ് ആണ്, യു ഗൈസ് ആർ നോട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്, നോട്ട് ഹിയർ ഹാവിങ് പാർട്ടി ഓർ പിക്നിക്, ബട്ട് യുവർ കളീഗ്സ് എന്ന് മനസ്സിലാക്കുക. റെസ്പെക്റ്റ് ഈച്ച് അതർ, വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്പെക്റ്റ് ഈച്ച് അതർ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. വിമൻ സപ്പോർട്ട് അതർ വിമൻ. ഇങ്ങനെ ചില കാര്യങ്ങൾ നോക്കാമെങ്കിൽ തന്നെ യുവർ ഓഫീസ് സ്റ്റേസ് ആസ് യുവർ ഓഫീസ് ആൻഡ് യുവർ ഹോം സ്റ്റേസ് ആസ് യുവർ ഹോം.